ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇത് ഞാൻ ക്ലാസ്സിന് പോകാത്തൊരു ദിവസത്തെ വീഡിയോ ആണ്. അപ്പം ഇന്ന് അമ്മ ഇല്ല വീട്ടിൽ, അതുകൊണ്ട് തന്നെ അത് ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ക്ലാസ്സിന് പോകുന്നില്ല. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും ആദ്യം എണീറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ അതിനെ കൊണ്ട് അവിടെ സോഫയിൽ ഇരുത്തിയിട്ട് കുറച്ച് തുണികളുണ്ടായിരുന്നു കഴുകാൻ. അങ്ങനെ അത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ബാക്കി പണികൾ ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാം കഴുകി അവിടെ കിടക്കുമ്പം പിന്നെ എടുത്ത് വിരിച്ചാൽ മതിയല്ലോ. അങ്ങനെ അതെല്ലാം ഇട്ടിട്ട് വന്നിട്ട് അതിനുള്ള പാല് കാച്ചാൻ വയ്ക്കുവാണേ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളും കൂടെ നോക്കണം. അപ്പോൾ രാവിലെ ദോശയും കടലയായിരുന്നു. അപ്പം കടലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കൊഴുപ്പ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് കടല മിക്സിയിൽ അടിച്ചിടും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അതിനകത്തിനുള്ള പൊടികളും എല്ലാം ചൂടാക്കി എല്ലാം ഇട്ടു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പാലും എല്ലാം കാച്ചി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ദോശ ചുടണം. അങ്ങനെ അതും എല്ലാം ചുടുവാണേ. അങ്ങനെ എനിക്കും അതിന് അത്യാവശ്യത്തിനുള്ള ദോശയൊക്കെ ചുട്ട് വെച്ചിട്ട് ഞാൻ അതിന് പല്ലിപ്പിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് അവന് ഫുഡ് കൊടുക്കണം. പിന്നെ അവന് ഫുഡ് കൊടുത്തിട്ട് ഞാനും ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഒരു 10:30-11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല മഴയൊക്കെ പെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തേക്കുള്ളത് നോക്കണം. അപ്പോഴത്തേക്കും അമ്മ എത്തും. അങ്ങനെ കുറച്ച് നേരം മഴയൊക്കെ കണ്ടിട്ട് വന്നിട്ട് ഉച്ചക്കത്തേക്കുള്ളത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ അതെല്ലാം അരിഞ്ഞെല്ലാം കൊടുത്തിട്ട് പിന്നെ രാവിലെ എണീറ്റിട്ട് ബെഡൊന്നും തട്ടിക്കുടഞ്ഞില്ലായിരുന്നു. അങ്ങനെ ആ ബെഡെല്ലാം തട്ടിക്കുടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റൂമെല്ലാം തട്ടിക്കുടഞ്ഞെല്ലാം നീറ്റാക്കിയിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തുണിയെല്ലാം എടുത്തിടാൻ നേരമായി. രാവിലെ ഇട്ടതല്ലേ, അങ്ങനെ അതുമെല്ലാം എടുത്ത് നീത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തുണിയൊക്കെ നീത്തിട്ടിട്ട് വന്നപ്പോഴത്തേക്കും ഹാളെല്ലാം ഒന്ന് തൂത്തിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ തൂത്തുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ തൂത്തിട്ട് കുറച്ച് നേരം TV ഒക്കെ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ റൂമിൽ വന്ന് കുറച്ച് നേരം ജനൽ തുറന്നിടാമെന്ന് വിചാരിച്ചു. രാവിലെ ജനൽ തുറന്നില്ലായിരുന്നു. അങ്ങനെ ജനലും തുറന്നിട്ട് കുറച്ച് നേരം ലൈറ്റൊക്കെ ഇട്ടിട്ടിരുന്നപ്പോഴത്തേക്കും അതിന് ഫുഡ് കൊടുക്കാൻ നേരമായി. അങ്ങനെ അതിന് കൊടുത്തിട്ടാണ് എനിക്ക് കഴിക്കാൻ. അങ്ങനെ അതിനും ഫുഡ് കൊടുത്ത് ഞാനും കഴിച്ചിട്ട് കുറച്ച് നേരം കിടക്കുവാണ്. അപ്പോൾ അതിപ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല. അങ്ങനെ ഇത്ര നേരം പിടിച്ച് കിടത്തിയതാണ്. അവന് ഉറങ്ങണ്ടെന്ന് പറഞ്ഞാൽ അവൻ എണീറ്റ് പോയി. അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്കും പിന്നെ അടുത്തൊരു കടയിൽ പോയിട്ട് പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേ. അങ്ങനെ TV കണ്ടുകൊണ്ടിരുന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ അവനെയും ഉണർത്തി കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യം ഞാൻ ഫോൺ എടുക്കുന്നുണ്ടേ പറയുന്നത് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്നാണ്. അങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അമ്മ ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നു. ചായയൊക്കെ കുടിച്ചിട്ട് ഇനി അതിനെ കുറച്ച് നേരം ഇരുത്തി എഴുതിക്കണം. അതിന് ജൂൺ 8-ാം തീയതിയാണ് സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും ഇരുത്തി എഴുതിക്കാറുണ്ട്. അങ്ങനെ അതിനെ എഴുതിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മഴ പെയ്തു. അങ്ങനെ രാവിലെ ജനൽ തുറന്നിട്ടിട്ട് നേരത്തെ കൊതുക് കയറുന്നതിന് മുന്നേ അടച്ചതായിരുന്നു. അപ്പം മഴ പെയ്തപ്പം കുറച്ച് നേരം ജനലൊക്കെ തുറന്നിട്ട് മഴ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതിനെ കൊണ്ടുപോയി കുളിപ്പിച്ചു. അപ്പോൾ അതിനെ കുളിപ്പിച്ച് അവന് ഫുഡും കൊടുത്തിട്ട് വേണം എനിക്ക് കുളിക്കാനായിട്ട്. അങ്ങനെ അവനെ കുളിപ്പിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഏത്തപ്പഴം കഴുകി TV ഒക്കെ വെക്കാം, ഇത് കഴുകി. അങ്ങനെ ആദ്യം ഫുഡെല്ലാം കൊടുത്ത് അവനെ അവിടെ സെറ്റാക്കി TV വെച്ച് കൊടുത്ത് അവിടെ ഇരുത്തിയിട്ട് ഞാൻ പിന്നെ പോയി കുളിച്ചിട്ട് വന്നേ. അങ്ങനെ കുളിച്ചിട്ട് വന്ന് കുറച്ച് നേരം ഇന്ന് പഠിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ രാത്രിത്തേക്കുള്ള ഫുഡും ആദ്യം കൊടുത്ത് ഞാനും കഴിച്ചിട്ട് ഇനി ആദ്യം രാത്രിത്തേക്കുള്ള പരിപാടികൾ നോക്കുകയാണെങ്കിൽ പല്ലൊക്കെ തേച്ച് ഞാനും പല്ലൊക്കെ തേച്ചിട്ട് ഇനി നമ്മൾ കുറച്ച് നേരം കിടന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഉറങ്ങും. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ.